ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചൂണ്ട കിട്ടിയിട്ടുണ്ട്, വള്ളിച്ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ആറ്റി വാള ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പോയി നോക്കാം. നമുക്ക് നേരെ പോയി ചൂണ്ട പൊക്കാം. വാള വല്ലതും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ഇന്ന് നമ്മൾ പ്ലെയർ എടുത്തിട്ടുണ്ട്. കയറി വാള കിട്ടുകയാണെങ്കിൽ നമുക്ക് കോരി എടുക്കാനുള്ള വട്ടവലി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. ചൂണ്ട നമ്മൾ അഴിച്ചെടുക്കുന്നില്ല, അവിടെ തന്നെ കെട്ടി നിർത്തുക. നമ്മളെ ആദ്യത്തെ വള്ളി പിടിച്ചിരിക്കുക. വാളയുണ്ട്, അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. ഭാഗത്താണ് കല്ലിൻ്റെ കല്ല് മുഴുത്ത വാള ഉണ്ടോ? നല്ല കീറൻ വാളയാ. ഇന്ന് നല്ല മുഴുത്തൊരു വാളയാണ് നമുക്ക് ഫസ്റ്റിലെ കിട്ടിയിരിക്കുന്നത്. ഇത് ഇന്നലെ നമ്മൾ ഈ വള്ളി അഴിക്കുന്നില്ലാന്ന്, അപ്പം ഇന്നും അഴിക്കുന്നില്ല ഈ വള്ളി. നമുക്ക് ഏതായാലും കെട്ടാം. കെട്ടിക്കഴിഞ്ഞുകൊണ്ടേ നൂരാം. കുറേ ദിവസം കൂടിയാണ് നമുക്ക് ഇത്രയും വലിയൊരു വാള കിട്ടുന്നത്. ഇന്ന് നമ്മൾ പ്ലെയർ എടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ പ്ലെയർ മറന്നു പോകുന്നത്. ഇത്തെ വാള സൂപ്പർ വാളയല്ലേ, ഉണ്ടോ? അടിപൊളി വാള. നമുക്ക് ഈ വാളെ കെട്ടി വെള്ളത്തിലിട്ടിടാം. അടിപൊളി വാളയാണ്. വള്ളി വീണ്ടും നമ്മൾ നോക്കാം. ഇനിയും വല്ല വാള ഇതിലുണ്ടോ നോക്കാം. നിറച്ച് പോളയുണ്ട്. ഈ ചുണ്ടപ്പൊക്കെ നമ്മൾ ഇക്കരെ സൈഡിൽ വന്നു, പക്ഷെ വളമില്ലെന്ന് തോന്നുന്നു. വളയൊന്നുമില്ല നമുക്ക്. ആ വളയുടെ പുറത്തോട്ടാണ് നമ്മൾ ചൂണ്ട തുഴയിട്ടത്. ഇനി നമുക്ക് അടുത്ത വള്ളി കൊക്കാം. നമ്മളെ ഇതിവിടെ ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അഴിച്ചെടുക്കുന്നില്ലല്ലോ. നോക്കാം, ഇതേ വളവെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. വലിയൊരു വാളയുണ്ട്, തീറ്റിയൊന്നും പോകാതെ കിടപ്പുണ്ട്. അടുത്ത ചൂണ്ടയില. നേരം വെളുത്തു കഴിഞ്ഞാൽ വാള പിടിക്കാൻ വലിയ പാടാണ്. നമ്മളിപ്പോൾ രാത്രി നോക്കുന്നില്ല. ഇത് സൂപ്പർ വാളയാണ്, കൊഴുത്ത വാളയാണ്. ഇത് നമുക്ക് കെട്ടി വെള്ളത്തിലോട്ടിടാം.
ഓ, കയ്യിൽ നിന്ന് ഉതറിപ്പോകാൻ ഒരുങ്ങുന്നത്. വായടച്ച് നിറച്ച് പല്ലായതുകൊണ്ട് ഇങ്ങോട്ട് കയറ് വായടച്ചു കഴിഞ്ഞാൽ പിന്നെ കയറ് വായിക്കകത്തോട് ഇങ്ങോട്ട് വരാൻ പാടാം. നമ്മളിന്ന് സമ്മതിക്കല്ലത്. പ്ലെയർ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി. പക്ഷേ ശ്രദ്ധിച്ച് പിടിച്ചില്ല, ചൂണ്ട വളഞ്ഞു പോകും. ഇത് നമുക്ക് കെട്ടി വെള്ളത്തിലോട്ടിടാം. ഉണ്ടോ? ഇത് നല്ല വാള്, മിടുത്ത വാള്. ഇനി ഇതേ വാള വല്ലതും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പോളയായത് കാരണം നമുക്ക് നേരെ പിടിച്ചങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഈ പോള ഒഴിവാക്കി നമ്മൾ ഒരു വാളയും കൊണ്ടുണ്ട്. കയറങ്ങോട്ട് പിടിക്കുന്നുണ്ട്. കയറ അനങ്ങുന്നുണ്ട്. ആ അത്ര വലിയ വാളയല്ല. ചെറിയ വാളയാണേലും നമ്മൾ കയറൊക്കെ കെട്ടിയേക്കാം. ഇത് നമുക്ക് പ്ലെയർ എടുത്ത് കെട്ടിയിടാം. ചെറുതാണെന്നും പറഞ്ഞത് നമ്മൾ കെട്ടായിരുന്ന ചാടിപ്പോവും. ഇനിയും മഴ വല്ലതും ഉണ്ടോന്ന് നോക്കാം. ഈ വെള്ളിയിൽ ഇനിയൊന്നുമില്ല. നമ്മളിക്കര സൈഡിൽ വന്ന് ആ വള്ളി വീട്ടിൽ നേരെ വീട്ടിക്കടയിലോട്ട് എടുക്കാം. ഒരാമ്മ മീൻപിടുത്തം തുടങ്ങി. ഉണ്ടോ? കുപ്പിക്കകത്താണ് പിടിച്ചിരിക്കുന്നത്.
അതെങ്ങനെ ഈ കുപ്പി അങ്ങോട്ട് വെച്ചിട്ട് കൈ കൊണ്ട് അടച്ചു പിടിച്ചു? ഇതിനകത്ത് അച്ചാറിന്റെ കുപ്പിയായിരുന്നു. ആ, കഴുകാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിരിക്കായിരുന്നു. ഇത്രയും അച്ച അച്ചാറിന്റെ കുപ്പിയായിരുന്നു. അത് കഴുകാൻ വേണ്ടി വെള്ളത്തിലോട്ട് വെച്ചപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ പൊക്കി പിടിച്ചതാണ്. നല്ല പരലാണോ? ചൂണ്ടപ്പരലാണോ? ഇന്ന് നമ്മള് നീർനാ കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ സംവിധാനം ചെയ്തു. എത്രത്തോളം വിജയിക്കുമെന്നൊന്നും അറിയാമല്ലോ. ഒരു പക്ഷേ നീർനാ വന്നില്ലായിരിക്കും. ഇതുണ്ടോ, നീലക്കുപ്പിയാണ്. കാര്യം എല്ലാവരും വെള്ളക്കുപ്പിക്കകത്ത് ഈ നീലം കലക്കി ഈ കഴുന കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നു. കഴുനയും പട്ടിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മളൊരു നീലക്കുപ്പി എടുത്ത് ഇവിടെ കെട്ടിയിട്ട് കണ്ടോ, വാളയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. നീർനാ കടിച്ചില്ല. അങ്ങേയറ്റത്തും ഉണ്ടൊരു കുപ്പി. അത് നീലയല്ല, പച്ചയാണ്. അത് എന്തായാലും നീലക്കുപ്പിയാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മളനുസരിച്ച് ചെയ്തു വെച്ചതാണ്. ഇന്ന് നമുക്ക് കിട്ടിയ വാളയാണ്. അതേ കണ്ടോ, കെട്ട് നമ്മൾ ഇവിടെ നഴിക്കുന്നില്ല. നല്ല കീറൻ വാളയാണ്. ഉണ്ടോ, ഇത് നമ്മൾ വളരെ തന്നെ കെട്ടിയിട്ടേക്കുകയാണ്. ഇതിന് ഇന്ന് വാളയ്ക്ക് നമുക്ക് ഓർഡറുണ്ട്. അപ്പം അവർ വന്നു കഴിയുമ്പം വാള കൊടുക്കണം. അപ്പോൾ അതേ കെട്ടിയാലും നമ്മൾ അഴിച്ചെടുക്കണ്ടേ. അതുകൊണ്ട് ഇതേ തന്നെ വളത്തെ തന്നെ കിടക്കട്ടെന്ന് വിചാരിക്കുക. വാള അങ്ങനെ ആൾ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അക്കരക്കെട്ടി എന്നത് കൊടുക്കാം, വാളെ കൊടുക്കാം. വാള ആ കുറ്റിയെ കയറി ഉടക്കി. വാള വാങ്ങാൻ രോമിച്ചൻ വന്നിട്ടുണ്ട്. ഉണ്ടോ, രോമിച്ചനും ഉണ്ട്, മകനും ഉണ്ട്. മകനങ്ങ് മാറി നിൽക്കുകയാണ്. നമുക്ക് ഈ വാള ഓരോന്ന് അഴിച്ചെടുക്കാം. ആദ്യം അഴിച്ചത് നമ്മൾ ചെറിയ വാള ഉണ്ടോ. അത് കഴിഞ്ഞ് ഇവിടുത്തെ വാളയാ. ഇവനാണ് ഇന്നത്തെ താരം. ഓ, അപ്പോൾ നമുക്കൊന്ന് തൂക്കി നോക്കാം എത്ര എന്തുമാത്രം ഉണ്ടെന്ന്. തൂക്കാൻ ത്രാശ് വളർത്തേ ഇരിക്കുക. ത്രാശിനുണ്ട്. അയ്യോ, ഇതൊന്ന് തൂക്കി നോക്കാം നമുക്ക് എത്രയുണ്ടെന്ന്. എത്രയുണ്ട്? 400, 4.5 കിലോ. നമുക്ക് ഓരോന്ന് അഴിച്ച് കൊടുക്കാം. കൂടെ എടുക്ക്. രണ്ട് വാള ദൈവത്തിന് കൊടുക്കുന്നുള്ളൂ. ഒരു വാള നമ്മൾ കൊണ്ടുപോവുക. ഇതേ ജീവനുള്ളതാണ്. ചെറിയ വാള നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് വലിയ വാളയുടെ തൂക്കം നമുക്കൊന്ന് നോക്കിയേക്കാം. 3,900. അപ്പം നമ്മൾ വാളയൊക്കെ ടോമിച്ചിന് കൊടുത്ത് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.